ഒരു നാവികസേന കപ്പലുകളുടെയും അകമ്പടിയില്ലാതെ സധൈര്യം മുന്നോട്ട് നീങ്ങുകയാണ്. ശിവാലിങ്ക് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും കടന്ന് അത് ഇന്ത്യയുടെ വിജയം, മോദിയുടെ വിജയം, ഇന്ത്യൻ ജനതയുടെ വിജയം എന്ന് പറയേണ്ടി വരും. 40,000 മെട്രിക് ടൺ LPG വഹിക്കുന്ന ശിവാലിങ്ക് ഏകദേശം 7 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്തെത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെയും ഇറാന്റെയും ഉന്നത നേതൃത്വങ്ങൾ തമ്മിൽ നടത്തിയ നിരവധി റൗണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് നിർണായക പുരോഗതി ഉണ്ടായത്. ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ശിവാലിങ്ക് കപ്പൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് കടലിടുക്ക് കടന്നത്. അതേസമയം പേർഷ്യൻ ഗൾഫിലെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ സജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിലുമായി റഷ്യയിൽ നിന്നുള്ള രണ്ട് കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. ഇവർക്ക് അകമ്പടി സേവിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ. എന്നാൽ ഇന്ത്യൻ കപ്പലിന് ഒരു നാവികസേനയും അകമ്പടി നിന്നില്ല, ഇന്ത്യൻ നാവികസേന നിന്നില്ല. പകരം മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയാണ് നോക്കുന്നത്. അതായത് ഇന്ത്യ സേഫ് ആണ് എന്ന അർത്ഥം. ലൈബീരിയൻ കപ്പലായ സ്മൈറീനി, ഇന്ത്യൻ കപ്പലായ ജഗ് പ്രകാശ് എന്നിവയാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നിരിക്കുന്നത്. 1.4 മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് സ്മൈറീനിൽ ഉള്ളത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ലെന്നും ചില കപ്പലുകൾ കടന്നുപോകുന്നുണ്ടെന്നും ഇന്ത്യയിലെ ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി പറയുന്നു. ഇന്ത്യയിലേക്കുള്ള സുരക്ഷിതമായ യാത്രയെക്കുറിച്ച് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫതാലി നേരത്തെ അനുകൂലമായ പരാമർശം നടത്തിയിരുന്നു. ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇത് വ്യക്തമാകും എന്നായിരുന്നു ഇന്ത്യൻ അംബാസിഡറുടെ വാക്കുകൾ. അതിന് പിന്നാലെയാണ് കടലിടുക്ക് വഴിയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ യാത്ര പുനരാരംഭിച്ചത്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തതോടുകൂടി ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമ ഗതാഗതം വീണ്ടും സ്തംഭിക്കുകയാണ്. ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. UAE-യിലെ പ്രധാന എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടും ഇറാൻ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതോടെ UAE-യിലേക്കുള്ള വിമാന സർവീസുകൾ വിവിധ എയർലൈനുകൾ അടിയന്തരമായി റദ്ദാക്കി. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണമാണ് നിലവിലെ പ്രകോപനത്തിന് ആധാരം. അതിന് തിരിച്ചടിയായാണ് ഇറാൻ ഗൾഫ് മേഖലയിലെ US സഖ്യകക്ഷികളെയും തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങളെയും ലക്ഷ്യമിടുന്നത്. എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് UAE കനത്ത സുരക്ഷാ വിലയിരുത്തലിലാണ്. ഇതിന്റെ ഭാഗമായി ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിന് സമീപം ആക്രമണം ഉണ്ടായതോടുകൂടി വ്യോമപാത അടച്ചു. യാത്രക്കാരോട് വിമാനത്താവളത്തിലേക്ക് എത്തരുത് എന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും വരും മണിക്കൂറുകളിൽ തങ്ങളുടെ വ്യോമ മേഖലയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും നാട്ടിലേക്ക് മടങ്ങാൻ ഇരിക്കുന്നവരും അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട വിമാനങ്ങളുടെ സമയം ഉറപ്പുവരുത്തണം. നിലവിലെ സാഹചര്യത്തിൽ മിക്ക സർവീസുകളും വഴിതിരിച്ചുവിടുന്നോ റദ്ദാക്കാനോ ആണ് സാധ്യത. ആഡംബരത്തിന്റെയും സുരക്ഷിതത്തിന്റെയും പ്രതീകമായിരുന്ന ദുബായ് നഗരം യുദ്ധഭീതിയിൽ നിശ്ചലമാകുന്നു. ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളും ഡ്രോണുകളും ദുബായിലെ ആകാശ ചുംബികളെ, പഞ്ചനക്ഷത്ര ഹോട്ടലുകളെയും ലക്ഷ്യമിടുന്നതോടുകൂടി നഗരത്തിൽ നിന്ന് വൻതോതിലുള്ള പലായനം ആരംഭിച്ചു. ലോക പ്രശസ്തമായ പാം ജുമൈറയിലെ ഫെയർബോർഡ് ഹോട്ടലിന് നേരെയും ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സദാസമയവും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ജുമൈറ ബീച്ചും അറ്റ്ലാന്റ്സ് റിസോർട്ടും ഇന്ന് വിജനമാണ്. ആയിരക്കണക്കിന് പ്രവാസികളും വിദേശ സഞ്ചാരികളും നഗരം വിട്ട് കഴിഞ്ഞു. മുൻപ് ആഘോഷങ്ങൾ നടന്നിരുന്ന ബീച്ച് ബാറുകളും നീന്തൽക്കുളങ്ങളും സന്ദർശകരില്ലാതെ അടച്ചുപൂട്ടാൻ ഭീഷണിയിൽ തന്നെയാണ്. UAE-യിലേക്കുള്ള സർവീസുകൾ പല എയർലൈനുകളും റദ്ദാക്കിയതോടുകൂടി ലഭ്യമായ വിമാനങ്ങളിൽ ടിക്കറ്റ് നിരക്ക് അനിയന്ത്രിതമായി തന്നെ വർദ്ധിപ്പിച്ചു. വ്യോമ മേഖലയിലെ സുരക്ഷാ ഭീഷണി മുൻനിർത്തി മറ്റ് ഗൾഫ് രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഒമാനിൽ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സൗദി അറേബ്യയ്ക്ക് നേരെ വന്ന 28 ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തു. ഇതിനിടെ ടെഹ്റാനിലെ ഭൂഗർഭ ആയുധപുരകൾ ലക്ഷ്യമിട്ട് ഇസ്രയേലും ശക്തമായി തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. UAE-യുടെ സാമ്പത്തിക നട്ടലായ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം ആഗോള എണ്ണ വിപണിയെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ താമസിക്കുന്ന UAE-യിൽ യുദ്ധം കടുക്കുന്നത് കേരളത്തിലും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നതും യാത്രാ തടസ്സങ്ങളും പ്രവാസികളുടെ മടക്കയാത്രയെയും സുരക്ഷയെയും ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ കപ്പൽ വരുന്നത് ഇന്ത്യക്ക് ആശ്വാസമായ കാര്യം തന്നെയാണ്.
പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കി ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇറാൻ. ഇന്ത്യ ഒഴികെ മറ്റെല്ലാ കപ്പലുകളെയും ഇറാൻ പിടിച്ചിട്ടിരിക്കുകയുമാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് ഈ പാതയിലൂടെ പ്രവേശനം അനുവദിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ പട്ടാളക്കാരെ നേരിട്ടിറക്കി യുദ്ധം കടലിടുക്കിലാകാമെന്ന മട്ടിൽ ട്രംപ് കാര്യങ്ങൾ നടത്തുന്നുമുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയാണ് രാജ്യത്തിന്റെ ഈ പുതിയ നിലപാട് വ്യക്തമാക്കിയത്. MS Now ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിട്ടില്ലെന്നും മറ്റ് രാജ്യങ്ങൾക്ക് സുരക്ഷിതമായി ഈ പാത ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറയുകയാണ്. എന്നാൽ തങ്ങളെ നേരിട്ട് ആക്രമിക്കുന്ന ശത്രു രാജ്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഈ ജലപാതയിൽ കർശനമായ വിലക്കുണ്ടാകും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഉടമസ്ഥയിലുള്ള ചരക്ക് കപ്പലുകൾക്കും എണ്ണ ടാങ്കറുകൾക്കും ഇനി ഈ വഴി കടന്നുപോകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം ഈ അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും വെല്ലുവിളിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നടപടിയാണ് ഇതിനെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളായ ഖാർഗ് ഐലൻഡിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ അതിശക്തമായ ആക്രമണമാണ് ഇറാനെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത്. ഇതിനുള്ള മറുപടി എന്നോണം ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെ ആഗോളതലത്തിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാന്റെ നീക്കം. ഖാർഗ് ഐലൻഡിന് നേരെയുള്ള ആക്രമണം മേഖലയിലെ സ്ഥിതിഗതികൾ ഒട്ടും പ്രവചിക്കാനാകാത്ത വിധം വഷളായിരിക്കുകയാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ടാങ്കറുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈ ഇടുങ്ങിയ കടലിടുക്ക് വഴിയാണ്. ഇറാന്റെ പുതിയ നീക്കം ലോക വിപണിയിൽ താഴെ പറയുന്ന പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന നേരിയ തടസ്സം പോലും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമാകും. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് വഴിവെക്കും. അമേരിക്കൻ ഇസ്രയേൽ കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തിയതോടെ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ ഇൻഷുറൻസ് തുകകൾ വൻതോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് പാത തുറന്നു നൽകിയിട്ടുണ്ട് എന്ന് ഇറാൻ പറയുമ്പോഴും അമേരിക്കയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ ആശങ്കയിലാണ്. തങ്ങളുടെ അതിർത്തികളും സാമ്പത്തിക സ്രോതസ്സുകളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഖാർഗ് ഐലൻഡ് ആക്രമണത്തിന് പ്രതികാരമായി ഹോർമൂസ് കടലിടുക്കിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നതിലൂടെ അമേരിക്കയും ഇസ്രയേലിനെയും സാമ്പത്തികമായി ഞെരുക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം.